വോട്ടും കട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്ന തൊട്ടടുത്ത ദിവസമാണ്. UDFിൻ്റെ ക്യാമ്പ് വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ്. എന്തായാലും ഇന്ന് നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ബേപ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ, അത് ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഇനി വരുന്ന ദിവസങ്ങളിൽ അത് എങ്ങനെയായിരിക്കും, അധികാരത്തിലെത്തിയാൽ ആർക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഏതായാലും ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏതായാലും നോക്കാം. ഏതായാലും PV അൻവർ ആണ് ഇന്ന് ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അൻവർ എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും മാസ് ഡയലോഗുകൾ പറയുകയും ചെയ്യാറുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് അൻവർ തോറ്റാൽ മുട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കോഴിക്കോടിൻ്റെ തെരുവുകൾ കൂടി നടക്കും എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അൻവർ കമ്മലിട്ട് നടക്കേണ്ടി വരുമോ, അതോ ഇഞ്ചോടിഞ്ചാണോ? ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെയായിരിക്കാം അദ്ദേഹം അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. കാരണം മലബാറിൽ മൊത്തം മലപ്പുറം ജില്ല കൂടി, കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ പെരിന്തൽമണ്ണ വരെ നോക്കുകയാണെങ്കിൽ 48 മണ്ഡലങ്ങൾ. അതിൽ തന്നെ ചില സർവേകളെങ്കിലും 37 വരെ സീറ്റുകൾ പറയുന്നുണ്ട്. മണ്ഡലം തിരിച്ച് 33 മുതൽ 34. സ്വാഭാവികമായും 33 മുതൽ 37 വരെ സീറ്റുകൾ നേടണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു പ്രകടനം UDF നടത്തണം. കാരണം 2001 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു MLA പോലും കോൺഗ്രസിനില്ലാത്ത സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മുന്നേറ്റം UDF നടത്തുമെന്നൊരു കണക്കൂട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ആ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം അദ്ദേഹം അത്തരൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബേപ്പൂരിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ PV അൻവറിന് ജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം 80 മുതലുള്ള തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ LDF മാത്രം, അതിൽ തന്നെ CPM മാത്രം ജയിച്ച മണ്ഡലം. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരു വലിയ UDF തരംഗം ഉണ്ടായിട്ടുള്ളത് 2001 അന്ന് പോലും വ്യക്തമായ ഭൂരിപക്ഷം LDFന് കൊടുത്ത മണ്ഡലമാണ് ബേപ്പൂർ. 5316 വോട്ടോ മറ്റായിരുന്നു അന്ന് 2001 ഭൂരിപക്ഷം. അപ്പോൾ LDFിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല മുഹമ്മദ് റിയാസിനെതിരെയുള്ള പോരാട്ടം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹം അവിടെ വരുന്നത്. പിണറായി വിജയനെതിരായ പോരാട്ടം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് കുറേ കാലങ്ങളായി പ്രവർത്തിച്ച പരിചയമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബേപ്പൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചേക്കുന്നത്, ഏതാണ്ട് 29,000 അടുത്ത വോട്ടുകൾ. അപ്പോൾ PV അൻവറിന് ജയിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഏതായാലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ UDFിന് അപ്രവാദിത്വമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ സ്വീപ്പ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്തി, ജില്ലാ പഞ്ചായത്ത് LDFിൽ നിന്ന് നഷ്ടപ്പെട്ടു, കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ബേപ്പൂരിൽ ഭൂരിപക്ഷം LDFിനാണെന്നുള്ള പ്രത്യേകതയുണ്ട്. വാർഡ് അടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നേരിയ വ്യത്യാസമാണെങ്കിൽ പോലും 1500 വോട്ടുകൾക്ക് ബേപ്പൂരിൽ LDFിന് ലീഡുണ്ട്. അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ 14 ഡിവിഷനുകളുടെ കണക്ക് വരുമ്പോൾ ഏതാണ്ട് 9 ഡിവിഷൻ LDF ആണ്, 4 UDF ഉള്ളത്, ഒരു NDA വരുന്നു. 2 നഗരസഭകളിലാണ് വലിയ ഭൂരിപക്ഷം UDFിനുള്ളത്. അതിൽ തന്നെ രാമനാട്ടുകരയിലാണ് വലിയ ഭൂരിപക്ഷം കാണിക്കുന്നത്. ഒപ്പം കടലുണ്ടി പഞ്ചായത്ത് LDFിനൊപ്പമാണ്. അപ്പോൾ ഒരു ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന സാഹചര്യം മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വോട്ടുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ടുകൾ ഉണ്ടെങ്കിൽ ആ വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം. പക്ഷേ മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം കാലങ്ങളായി ഈ SFIയിലൂടെ പിന്നീട് DYFIയിലൂടെ ഒക്കെ തന്നെ പ്രവർത്തിച്ചൊരു പരിചയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവറിന് ജയിക്കുമെന്നും നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ പറ്റില്ല. മാത്രമല്ല ചില സർവേകളെങ്കിലും 3-4 സീറ്റുകൾ നൽകുന്നുണ്ട്. ആ 4 സീറ്റിൽ ബേപ്പൂർ ഉൾപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം അത്രയും സംഘടനാപരമായ, അല്ലെങ്കിൽ LDFിൻ്റെ ഉറച്ച കോട്ട എന്ന് പറയാവുന്ന മണ്ഡലമാണ്. മാത്രമല്ല പാസിഫ് പറഞ്ഞ പോലെ തന്നെ മുട്ടയടിക്കുന്ന പറയും, നമ്മൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ എല്ലാ തവണയും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ EM അഗസ്തി ഇതുപോലെ ഒരു ബെറ്റ് വെച്ചതാണ്. മണിയാശാൻ ഏതാണ്ട് 20,000-ൽ കൂടുതൽ ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ അദ്ദേഹം മുട്ടയടിക്കുന്നു പറഞ്ഞു. പിന്നീട് മുട്ടയടിക്കേണ്ടി വന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ചു, പരാജയപ്പെട്ടു, സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം വാക്കുകളും പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൻ്റെ കാര്യത്തിൽ നമുക്ക് അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ബേപ്പൂരിലൊരു അത്തരം വലിയ അടിത്തെറ്റ്, ബേപ്പൂരൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ UDF ഈ പറയുന്ന പോലെ ഒരു 100 സീറ്റിലൊക്കെ സാധ്യതയാണ്. 4 പതിറ്റാണ്ടായിട്ട് അവിടെ UDF എന്ന് പറയുന്ന പാർട്ടി നിലം തൊടാത്തൊരു മണ്ഡലമാണ് ബേപ്പൂർ. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അൻവർ എന്തായാലും ഇത്തവണ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. UDFിൻ്റെ കണക്കുകൂട്ടലിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമോ?
നമുക്കറിയാവുന്ന പോലെ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം LDFിൻ്റെ കോട്ടയാണ്. എല്ലാ കാലത്തും 1980 മുതൽ ഏതാണ്ട് LDF തുടർച്ചയായി അവിടെ വിജയിച്ചിൽ വരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ നമ്മൾ വാർത്താ സമ്മേളനങ്ങൾ, അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളോ ബൈറ്റുകളോ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അദ്ദേഹം എല്ലാ കാര്യവും അതിഭീകരമായ കോൺഫിഡൻസിൽ അവതരിപ്പിക്കാറുള്ളൂ. എല്ലാ വിഷയങ്ങളും അതിൽ ചിലത് ചീറ്റിപ്പോയിട്ടുണ്ടാകാം, ചിലത് വളരെ ഉണ്ട് എന്നുള്ള അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാകും. കുറച്ചെങ്കിലും ആളുകളെ അത്തരത്തിൽ വിശ്വസിപ്പിക്കാൻ കഴിയുന്നവയുണ്ടാകാം, അത്തരത്തിൽ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം വളരെ ആധികാരികമായി വളരെ കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ രാജി പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പോസ്റ്റ് പോൾ വന്നു, പോളിംഗ് സർവേകൾ പുറത്തു വന്നു. അതിനുശേഷം അദ്ദേഹം കരുതുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വളരെ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എങ്ങനെ അൻവറിന് വരുന്നു എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും ഈ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രചരണം നടത്തിയത് പോലും. അതിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൽ പ്രധാനമായും അദ്ദേഹം ഒരു മാസം മുമ്പേ, അല്ലെങ്കിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ അവിടെ തന്നെ ലാൻഡ് ചെയ്തു. UDFിൻ്റെ ഉറപ്പോടുകൂടി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ള ഉറപ്പോടുകൂടി അവിടെ ലാൻഡ് ചെയ്യുന്നു. അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നു. ഏതാണ്ട് ഇത്രയും സ്ഥാനാർത്ഥികൾക്ക് വളരെ ചുരുങ്ങിയ കാലം പ്രചരണത്തിന് കിട്ടിയെങ്കിൽ ഇത് അദ്ദേഹത്തിന് ഒരു മാസം അധികമായി ലഭിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡാണ്. അതെങ്ങനെ അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഈ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിൽ മുസ്ലിം വോട്ടുകൾ അത് ഏകീകരിക്കപ്പെടുന്നുണ്ട്. ആ ഏകീകരിക്കപ്പെടുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതിന് കാരണം പറയുന്നതിനകത്ത് പിണറായിക്കെതിരെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ നടന്ന ചില കാവ്യവൽക്കരണ കാര്യങ്ങൾ നേരത്തെ മുതൽ അദ്ദേഹം ആരോപണമായി ഉന്നയിച്ചിരുന്നു. നമുക്കിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അവിടെ പോലീസിലെ ചില കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇതൊക്കെയും അദ്ദേഹത്തിന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടെ വലിയ തോതിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഗുണകരമാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഒരു പക്ഷേ നേരിയ വോട്ടിനെങ്കിലും അദ്ദേഹത്തിന് കയറാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നാണ് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളികൾ നമ്മൾ പലതവണയും പല വിഷയങ്ങളും കേട്ടിട്ടുള്ളതാണ്. ഇന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മുട്ടയടിച്ചാൽ മാത്രം മതി എന്നുള്ള വളരെ കോൺഫിഡൻസിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടറിയണം എന്താവും സ്ഥിതി. പിന്നെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ വളരെ ശക്തമായ കോട്ട 2011 ആദമുൽസി വന്നപ്പോഴാണ് എന്തെങ്കിലും തരത്തിൽ UDFിന് അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മറ്റല്ല 2011 നെക്ക് ഫൈറ്റ് UDFിന് എഡ്ജ് ഉണ്ടായിരുന്ന കാലത്താണ് അത്തരമെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞ ഇളമനങ്കരിയുമാണ് അന്ന് ജയിക്കുന്നതാണ് 2011. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ എത്രത്തോളം PV അൻവറിന് കയറി വരാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യമാണ്. UDF മനഃപൂർവ്വമാണ് PV അൻവറിനെ റിയാസിനെതിരെ തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നതും എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ മുന്നണിയോട് അടുപ്പിക്കേണ്ട എന്ന് പോലും തീരുമാനമെടുത്തിട്ട് പിന്നീട് മുഹമ്മദ് റിയാസിനെ നേരിടാൻ കൃത്യമായ ഒരാളെ UDFിന് ഏറ്റവും നല്ലൊരു ആളെ മനസ്സിലാക്കുന്നത് PV അൻവറാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഇറങ്ങുകയും ചെയ്തത്. UDFിന് മുൻതൂക്കം കരുതുന്നുണ്ടോ? നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. മെയ് 4 നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത. അദ്ദേഹത്തിന് ഈ പറഞ്ഞത് ഒരു മാസം അധികം സമയം ഒരു പ്രചരണത്തിന് ഒരു സ്ഥാനാർത്ഥി കിട്ടുക എന്ന് പറയുന്നത് മോശം പരിപാടിയല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു പോരാട്ടം എന്ന് പറയുന്നു. നല്ല പോരാട്ടം നടന്നിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് കണക്ക് വെച്ച് എനിക്ക് പറയാനുള്ളത് LDF വിജയിക്കാൻ ഉറപ്പുള്ള ഒരു മണ്ഡലം തന്നെയായിരിക്കും ബേപ്പൂർ എന്നുള്ളതാണ്. അതിൽ നമുക്ക് അറിയാം കോർപ്പറേഷനിലെ 14 വാർഡുകൾ, അതിൽ 9 LDF ആണ്, 4 UDF ആണ്, 1 BJP ആണ്. LDFിൻ്റെ കണക്കുകൂട്ടൽ കോർപ്പറേഷൻ എണ്ണിക്കഴിയുമ്പോൾ 20,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. രാമനാട്ടുകരയും ഫറൂഖും UDF ലീഡ് ചെയ്യുമെന്ന് അവർ കരുതുന്നുണ്ട്. അത് രാമനാട്ടുകരയിൽ 2,000-ഉം ഫറൂഖിൽ 5,000-നും മുകളിലേക്ക് വോട്ട് ലീഡ് UDF നേടുമെന്ന് കരുതുന്നുണ്ട്. അത് ഇരട്ടിയായാൽ പോലും മറികടക്കുമെന്ന് സ്വാഭാവികമായും LDF കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റൊന്ന് കടലുണ്ടിയിലും LDF നേരിയ ലീഡ്. അവിടെയും കടലുണ്ടിയിലും LDF കണക്ക് കൂട്ടിയേക്കുന്ന ലീഡ് എന്ന് പറഞ്ഞാൽ വലിയ ലീഡൊന്നുമല്ല, 1000, 1500 അത്രയൊക്കെ ലീഡ് മാത്രമേ LDF കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ LDFിൻ്റെ കണക്ക് കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനിൽ എടുക്കുന്ന ലീഡ് കൊണ്ട് രാമനാട്ടുകരയിലെയും ഫറൂഖിനെയും മറികടക്കാൻ കഴിയും. കടലുണ്ടിയുടെ നേരിയ ലീഡാണെങ്കിലും അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളതാണ്.
രണ്ടായിരത്തിലധികം വോട്ടുകൾ അത്രേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ. അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1340 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് ജില്ലയിൽ LDF ലീഡെടുത്ത 3 മണ്ഡലങ്ങളിൽ ഒന്നാണ്. തദ്ദേശത്തിൽ UDF കാറ്റടിച്ച് ആഞ്ഞു വീശിയപ്പോഴും UDF ലീഡെടുത്ത 3 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്നുള്ളതാണ്. അവിടെയും LDFന്റെ പോസിറ്റീവ് സൈഡായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിലോ പാർലമെന്റിൽ നമ്മൾ സവിശേഷമായി തന്നെ കാണണം. പാർലമെന്റ് നമ്മൾ കേരളത്തിൽ മുഴുവൻ സവിശേഷമായി കാണണം. അത് LDFന്റെ എനിക്ക് തോന്നുന്നു ധർമ്മട മണ്ഡലത്തിലടക്കം നേരിയ ലീഡ് UDFിനുള്ള ഇതാണ് പാർലമെന്റ്. അപ്പോൾ പാർലമെന്റ് നമ്മൾ ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. മറ്റൊന്ന് BJP ആണ്. BJP കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് എന്തായാലും പിടിക്കും, അതിനേക്കാൾ കുറച്ച് കൂടുതൽ പിടിച്ചാലേ ഉള്ളൂ. കാരണം KP പ്രകാശ് ബാബുവാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ UDF 26,267 വോട്ട് പിടിച്ചു. BJP കഴിഞ്ഞ തവണ. അതിൽ നിന്ന് വലിയ രീതിയിൽ പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഒരു 1000-1500 വോട്ട് ലഭിച്ചാലായി. അങ്ങനെ വരികയാണെങ്കിൽ ആ രീതിയിൽ BJPയുടെ വോട്ട് ഏതെങ്കിലും തരത്തിൽ ചിതറിപ്പോകാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അല്ല അവിടെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ ആകെ വോട്ട് പോൾ ചെയ്യപ്പെട്ടത് 1,65,210 ഇത്തവണ 1,83,094 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ല, വോട്ട് ശതമാനം കൂടുകയാണ്. അത് അൻവർ വന്നതുകൊണ്ടാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ചർച്ച നടക്കേണ്ടതുണ്ട്. പക്ഷേ പിന്നെ ഒരു ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഏകീകരണം ഒന്നും അങ്ങനെ അൻവറിന് അനുകൂലമായി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ മുഹമ്മദ് റിയാസിന് എതിരായിട്ട് അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ സമീപനം ഇല്ലാത്ത ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവിൽ UDFന് അനുകൂലമായിട്ടുണ്ടോ എന്നുള്ളത് കോഴിക്കോട് കണക്കൂട്ടിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ BJP 25,000-ലധികം വോട്ട് കൃത്യമായിട്ട് പിടിക്കും. ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മെജോറിറ്റി കിട്ടിയ മണ്ഡലങ്ങളിൽ പിന്നീട് അതിനേക്കാൾ താഴേക്ക് പോകേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കുറവാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പോലെ UDF അവകാശപ്പെടുന്നത് ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ മുസ്ലിം വോട്ടിന്റെ ഏകീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വിഷയങ്ങളൊന്നും ചില്ലറയല്ല. അത് പക്ഷേ UDFന് വോട്ട് ചെയ്യാൻ അത് ഗുണകരമാണ്. അത് ഒരു തരത്തിലും അത് ഒരു SIR-ൽ വന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർ വോട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. SIR-ന്റെ പേരിൽ പോയി UDFന് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടതാണ്. ഈ വലിയ തോതിൽ ലീഗ് കേന്ദ്രീകരിച്ചുള്ള മണ്ഡലങ്ങളും അതേപോലെ തന്നെ സതീശൻ വന്ന് പലയിടങ്ങളിലും എത്തിയ അവിടങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വരവ് ആ പരിപാടികളിലൊക്കെ അതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾക്കില്ല, അതാണ് UDFിന് വലിയ കോൺഫിഡൻസ് ഇത്തവണ അവർ എടുത്തു പറയുന്നതാണ്. അത് ക്രിസ്ത്യൻ മുസ്ലിം രണ്ട് വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ സ്വാഭാവികമായിട്ടും കോഴിക്കോട് ജില്ലയിൽ UDFിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും അത് ഭരണത്തിലേക്ക് തന്നെയാകുന്ന പോകും. അതൊക്കെ നമ്മൾ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പല സർവേകളിലും അതാണ് പറഞ്ഞത്. 2 മുതൽ 4 വരെയാണ് കോഴിക്കോട് ജില്ലയിൽ സീറ്റ് പറയുന്നത്. പക്ഷേ ആ 4 സീറ്റിൽ എനിക്ക് തോന്നുന്നു 4 സീറ്റിൽ LDF 4 സീറ്റിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അതിൽ ബേപ്പൂർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ബേപ്പൂർ കിട്ടുകയാണെങ്കിൽ UDF 100 മുകളിൽ എഴുതി വെച്ചോ. കാരണം ബേപ്പൂർ കിട്ടുകയാണെങ്കിൽ 90 മേളിൽ സീറ്റുകളിലേക്ക് എത്താനുള്ള സാധ്യത അതെത്താനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ബേപ്പൂർ LDFന്റെ പട്ടികയിൽ തന്നെ ആയിരിക്കും വരാൻ സാധ്യത ഉള്ളത് എന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും എല്ലാ കൂട്ടിയും കിഴിച്ചും ഈ പറയുന്ന എല്ലാ ഫാക്ടറും വന്നു പോയാലും 3000-നും 4000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ റിയാസ് ജയിക്കും. എല്ലാ ഫാക്ടറും വന്നാൽ അത് ഞാൻ ഏറ്റവും കുറച്ച് കൂട്ടുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന്, കഴിഞ്ഞ തവണത്തേക്കാളല്ല 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഈ കഴിഞ്ഞ എല്ലാ ഫാക്ടറും കൂട്ടിയും കൊടുക്കുകയും ചെയ്താലും 3000-നും 4000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ റിയാസ് ജയിക്കും. കോട്ടയാണ് മണ്ഡലം, അതിനകത്ത് തർക്കമില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് കോൺഫിഡൻസ് ആണ്. PV അൻവറിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. വലിയ ഫൈറ്റ് കഴിച്ചാൽ തന്നെ PV അൻവർ പറഞ്ഞു വലിയ കോൺഫിഡൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ഭൂരിപക്ഷം ചിലപ്പം കുറയ്ക്കാൻ നിർത്തിയാൽ പോലും പ്രചരണത്തിനെത്തുക, പിണറായിക്കെതിരെ വലിയ തോതിൽ ആഞ്ഞടി അദ്ദേഹം അത് മാത്രം പറഞ്ഞാണ് അവിടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അത് ഞാൻ ചോദിക്കുന്ന മറ്റ് വിഷയങ്ങൾ പറഞ്ഞ് പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ പിണറായിസം മരുമോനിസം എന്ന് പറയുന്ന അദ്ദേഹം തുടക്കം മുതൽ CPM-ന്റെ കുന്തമുനയായിരുന്ന ആളാണ് PV അൻവർ. അദ്ദേഹത്തിന് അറിയാം എവിടെയൊക്കെ നോവും അദ്ദേഹം ആ ഒരു പ്രചരണമാണ്. അതുപോലെ തന്നെ അദ്ദേഹം സമീപകാലത്ത് എടുത്ത എല്ലാ നിലപാടും ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞു സ്റ്റാലിനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നേതാവ് എന്ന് പറഞ്ഞു. യാതൊരു നിലപാടും ഇല്ലാത്ത വളരെ കോൺഫിഡൻഷ്യൽ ആകുന്ന രീതിയിൽ തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
ഞാൻ അതിനകത്ത് അപ്പോൾ അത് സംഭവിക്കുമോ ഇല്ലയോ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ നമുക്കതിനകത്ത് വിരുദ്ധ അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് വലിയ കോൺഫിഡൻസ് അങ്ങനെ ചങ്കൂറ്റത്തോടു കൂടി തള്ളി മറിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വോട്ടിംഗ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്രത്തോളം കോൺഫിഡന്റ് ആയി അദ്ദേഹം വന്ന് വീണ്ടും അത് പറയുമ്പോൾ ആകാംക്ഷയും കൗതുകവും നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ്. ഇതേ നിലമ്പൂരിൽ ആ സമയത്ത് ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുഴുവൻ റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അന്ന് ഓരോ ദിവസവും ഓരോ തള്ളായിരുന്നു. അന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഉറപ്പ്? ഇലക്ഷൻ കഴിഞ്ഞപ്പം ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ചെറിയ കുഴപ്പമൊക്കെ ആയിരുന്നു. ഞാൻ 5000-നും 6000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുള്ളൂ. അതെ, 5000. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പുള്ളിയുടെ കോൺഫിഡൻസ് വെറും ആ ശൈലി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും കണക്കൊക്കെ നിരത്തി പരിശോധിച്ചു. ലാസ്റ്റ് എന്തായാലും നോക്കാം. എൻ്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞതാണ് LDF ഉറപ്പിക്കുന്നൊരു മണ്ഡലമായിരിക്കും ബേപ്പൂർ എന്നുള്ളത്. നമുക്കിനിയും